നമസ്കാരം. സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. പന്നിയങ്കര ടോൾ 4 ചക്ര ഓട്ടോറിക്ഷകൾക്ക് പ്രതിമാസ പാസിൽ സർവീസ് നടത്താമെന്ന കരാർ കമ്പനി അംഗീകരിക്കാതെ ഓട്ടോ ഉടമകൾ. സ്കൂൾ വാഹനങ്ങളുടെ കാര്യത്തിലും ആശങ്ക തുടരുന്നു. പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള നിയമസഭാ സമിതി പറമ്പിക്കുളത്തെ സുങ്കം തൂണക്കടവ് ഉന്നതി സന്ദർശിച്ചു. സമിതി ചെയർപേഴ്സൺ ശാന്തകുമാരി എം.എൽ.എയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശിച്ചത്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ മാട്ടുമുത ശ്മശാനം ജാതി തിരിച്ച് മതിൽ കെട്ടാനുള്ള നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം. പൊതുശ്മശാനം ജാതി തിരിച്ച് NSSന് മതിൽ കെട്ടാൻ അനുമതി കൊടുത്ത നഗരസഭയുടെ നടപടിക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. ആത്മസമർപ്പണത്തിന്റെ പ്രതീകമായി ഇസ്ലാമിക സമൂഹം ശനിയാഴ്ച ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. പെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹുകൾ ഒരുങ്ങി. വാർത്തകൾ വിശദമായി. പന്നിയങ്കര ടോൾ 4 ചക്ര ഓട്ടോകൾക്ക് പ്രതിമാസ പാസിൽ സർവീസ് നടത്താമെന്ന കരാർ കമ്പനി അംഗീകരിക്കാതെ ഓട്ടോ ഉടമകൾ. സ്കൂൾ വാഹനങ്ങളുടെ കാര്യത്തിലും ആശങ്ക തുടരുന്നു. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ 4 ചക്ര ഓട്ടോറിക്ഷകൾക്ക് പ്രതിമാസം 350 രൂപ മാസ പാസ് എടുത്ത് സർവീസ് നടത്താൻ അനുവദിക്കുന്ന കാര്യം കരാർ കമ്പനി അധികൃതർ അറിയിച്ചു. PP സുമോദ് MLAയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത്. എന്നാൽ പൂർണ്ണമായി സൗജന്യം വേണമെന്ന നിലപാടിലാണ് ഓട്ടോറിക്ഷ ഉടമകൾ. മാസം 350 രൂപ കൊടുത്ത് പാസ് എടുത്താൽ ടോൾ നൽകാതെ എത്ര തവണ വേണമെങ്കിൽ സർവീസ് നടത്താൻ കഴിയും. ഓട്ടോറിക്ഷ ഉടമകൾ സമ്മതിക്കാത്തതിനെ തുടർന്ന് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായിട്ടില്ല. അതോടൊപ്പം സർക്കാർ എയ്ഡഡ് മേഖലയിലെ സ്കൂൾ വാഹനങ്ങൾക്ക് സൗജന്യമായി സർവീസ് നടത്താനുള്ള സൗകര്യം ഒരുക്കുമെന്നും ടോൾ കമ്പനി അധികൃതർ യോഗത്തിൽ പറഞ്ഞു. എന്നാൽ സ്വകാര്യ സ്കൂളുകളുടെ കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. സ്വകാര്യ സ്കൂൾ വാഹനങ്ങൾക്ക് ടോൾ നിരക്ക് പകുതിയാക്കാമെന്ന് കരാർ കമ്പനി അധികൃതർ വ്യക്തമാക്കിയെങ്കിലും ഉടമകൾ സമ്മതിച്ചിട്ടില്ല. സ്കൂൾ വാഹനങ്ങൾക്ക് മാസം 3825 രൂപയാണ് നിലവിൽ ടോൾ ഈടാക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള നിയമസഭാ സമിതി പറമ്പിക്കുളത്തെ സുങ്കം തൂണക്കടവ് ഉന്നതി സന്ദർശിച്ചു. സമിതി ചെയർപേഴ്സൺ ശാന്തകുമാരി MLA, സമിതി അംഗങ്ങളായ കടകംപള്ളി സുരേന്ദ്രൻ MLA, PP സുമോദ് MLA, നെന്മാറ മണ്ഡലം MLA K ബാബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. 6 അധ്യാപകരും 31 കുട്ടികളും അടങ്ങുന്ന GTW LPS സ്കൂളിലായിരുന്നു ആദ്യ സന്ദർശനം. കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് പരിഹരിക്കണമെന്നും സ്കൂളിലേക്ക് വരാൻ സാധിക്കാത്ത കുട്ടികളുടെ വീട് സന്ദർശിച്ച് അധ്യാപകർ അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നും K ശാന്തകുമാരി MLA പറഞ്ഞു. സ്കൂളിലെ ശുചിമുറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ശുചിത്വ മിഷൻ കോർഡിനേറ്ററോട് ആവശ്യപ്പെട്ടു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗുണപ്രദമാവുന്ന രീതിയിൽ 80 തൊഴിൽ ദിനങ്ങൾ നൽകണമെന്നും ഊര് ജനങ്ങളെ സന്ദർശിച്ച് സമിതി പറഞ്ഞു. കൊല്ലങ്കോട് ICDSന്റെ കീഴിലുള്ള സുങ്കം ഉന്നതിയിലെ അംഗൻവാടി സന്ദർശിച്ച സമിതി ഇവിടുത്തെ സൗകര്യങ്ങളും ഭക്ഷണക്രമങ്ങളും പരിശോധിച്ചു. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ മാട്ടുമുന്ത ശ്മശാനം ജാതി തിരിച്ച് മതിൽ കെട്ടാനുള്ള നീക്കത്തിനെതിരെ പട്ടികജാതി ക്ഷേമ സമിതിയുടെ പ്രതിഷേധം. ജാതി മതിൽ കെട്ടുന്നതിന് ഒത്താശ ചെയ്ത BJPയുടെ നേതൃത്വത്തിലുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ വിവേചനപരമായ നടപടിക്കെതിരെ PKS പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നഗരസഭയ്ക്ക് കീഴിലുള്ള പൊതുശ്മശാനം ജാതി തിരിച്ച് മതിൽ കെട്ടാൻ NSSന് അനുമതി നൽകിയതിനെതിരെ പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. PKS സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ അജ്ഞതയെ ഉപയോഗിച്ചുകൊണ്ട് വിലപേശി കാശുണ്ടാക്കുന്ന ചില ഭിക്ഷാന്തേകികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവര് പട്ടികജാതിയിലെ ഉപജാതികളുടെ മഹാസഭ എന്ന പേരിൽ കടലാസും ഫയലുമായി നടക്കുന്നവരാണ്. അവരുടെ പിന്നിൽ മഹാസഭ എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്നാരും ധരിക്കണ്ട. അവരും കേട്ട പാതി കേൾക്കാത്ത പാതി ഇവിടെ ഞങ്ങൾക്കും 10 സെന്റ് വേണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തു എന്നാണ് അറിയുന്നത്. ഏതാണ്ടൊരു വണ്ടിന്റെ സ്വഭാവം. PKS ജില്ലാ പ്രസിഡന്റ് TP കുഞ്ഞുണ്ണി അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി V പൊന്നുകുട്ടൻ, K ശാന്തകുമാരി MLA, കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ആത്മസമർപ്പണത്തിന്റെ പ്രതീകമായി ഇസ്ലാമിക സമൂഹം ശനിയാഴ്ച ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. ഇബ്രാഹിം നബി തന്റെ ആദ്യത്തെ പുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് പ്രീതിക്കായി ബലിയേർക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ടാണ് ബലിപ്പെരുന്നാൾ എന്ന പേര് വന്നത്.
ഇബ്രാഹിം നബിയുടെ സത്യസന്ധത പരിഗണിച്ച് മകന് പകരം ഏതെങ്കിലും ഒരു മൃഗത്തെ ബലി നൽകിയാൽ മതിയെന്ന് കൽപ്പിക്കുകയായിരുന്നു. ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപ്പെരുന്നാൾ എന്നാണ് ഇസ്ലാമിക വിശ്വാസം. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളികളിൽ മൃഗങ്ങളെ ബലി നൽകലാണ് പ്രധാന ചടങ്ങുകൾ. പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ വടക്കഞ്ചേരി യൂണിറ്റ് ദ്വിവാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കലും നടന്നു. AKGSM അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KM ജലീൽ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ തീക്ഷ്ണമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സ്വർണ്ണവിലയിലുണ്ടായ അഭൂതപൂർവമായ വിലവർദ്ധനവ്, അതുപോലെ തന്നെ യുവ തലമുറയുടെ ഇന്നത്തെ അഭിരുചി, മറ്റു സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ, രാജ്യത്ത് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തീക്ഷ്ണമായ പ്രതിസന്ധികൾ, അത് രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ സാംസ്കാരികമായോ ഒക്കെ അതിന് വിശേഷിപ്പിക്കാം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഏറ്റവും ആദ്യം അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് ഈ രാജ്യത്തെ സ്വർണ്ണ വ്യാപാരികളാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. M ശിവദാസ്, TS നന്ദകുമാർ, ഡേവിഡ് K ജോൺ എന്നിവർ സംസാരിച്ചു. KM ജലീൽ യൂണിറ്റ് പ്രസിഡന്റായും TS നന്ദകുമാർ സെക്രട്ടറിയായും ചുമതലയേറ്റു. വടക്കഞ്ചേരി വെച്ച് നടക്കുന്ന SSF ജില്ലാ സാഹിത്യോത്സവത്തിന്റെ പ്രഖ്യാപന സമ്മേളനം നടന്നു. 32ാമത് ജില്ലാ സാഹിത്യോത്സവ പ്രഖ്യാപന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ഉപാധ്യക്ഷൻ MV സിദ്ദീഖ് സഖാഫി പ്രഖ്യാപനം നടത്തി. സമൂഹത്തിൽ കലാപങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാക്കാതെ സ്നേഹവും സന്തോഷവും പകർന്നു നൽകുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നതിനാവശ്യമായ മെസ്സേജുകളാണ് ഓരോ സാഹിത്യോത്സവങ്ങളിലും നാം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളാണ് ഓരോ ഘട്ടത്തിലും സാഹിത്യോത്സവങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെയും പരിസരങ്ങളിലെയും സാഹിത്യ മേഖലകളിൽ ഉയർന്നു നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ അവാർഡുകൾ വരെ സാഹിത്യോത്സവന്റെ വേദിയിൽ വെച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം, ഒരു മനുഷ്യന്റെ പുരോഗതികൾക്കും ഒരു മനുഷ്യന്റെ വളർച്ചക്കും ഏറ്റവും ഉപകാരപ്പെടാവുന്ന ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളെ കണ്ടെത്തുക എന്നത് വകതിരിവുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം, സ്കൂളുകളൊക്കെ തുറന്നു, ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നുണ്ടായിരിക്കും സ്കൂളുകളിൽ സൗകര്യങ്ങൾ പോരാ, അല്ലെങ്കിൽ +2 സീറ്റ് പോരാ എന്നൊരു ചർച്ച ഇപ്പോഴാണ് തുടങ്ങുക. ജൂൺ മാസത്തിൽ ക്ലാസ്സൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് പൗരബോധം ഉയർന്നു വരുന്നുണ്ടാവുക സ്കൂളുകളുടെ അസൗകര്യങ്ങളെ കുറിച്ച്. യഥാർത്ഥത്തിൽ എല്ലാ ജൂൺ 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി സ്കൂൾ തുടങ്ങുമെന്ന് അറിയുന്നവർ തന്നെയാണ് നമ്മൾ. KS തങ്ങൾ പഴമ്പാലക്കോട് അധ്യക്ഷത വഹിച്ചു. ഷറഫുദ്ദീൻ ബുഖാരി, മിഥിലാജ് ഇബ്രാഹിം, അഷ്റഫി സിദ്ദിഖ് ഹാജി എന്നിവർ സംസാരിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപ വകയിരുത്തിയാണ് മുട്ടക്കോഴികളെ വിതരണം ചെയ്തത്. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 353ഓളം ഗുണഭോക്താക്കൾക്ക് ഈ സേവനം ലഭ്യമായി. വടക്കഞ്ചേരി മൃഗസംരക്ഷണ വകുപ്പ് ആശുപത്രി പരിസരത്ത് സംഘടിപ്പിച്ച കോഴി വിതരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുട്ടക്കോഴി ഗ്രാമം എന്ന പദ്ധതിയിലൂടെ സുഭിക്ഷ കേരളത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ായിട്ടുള്ള വ്യക്തി കുടുംബങ്ങൾക്ക് ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് മുട്ടക്കോഴി വിതരണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു വാർഡാണെങ്കിലും ഒരു പഞ്ചായത്താണെങ്കിലും നമ്മുടെ പഞ്ചായത്ത് വരും വർഷങ്ങളിൽ ഈ വർഷം തീർച്ചയായിട്ടും നമ്മൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുട്ട പുറത്തുനിന്ന് വാങ്ങിക്കാതെ സൂക്ഷ്മമായി മുട്ട ലഭിക്കുന്നതും മത്സ്യക്കോഴി ലഭിക്കുന്നതിനുമായിട്ടുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്തത്. സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ P ശ്രീദേവി പദ്ധതി വിശദീകരണം നടത്തി. മിക്കവാറും എല്ലാ വീടുകളിലും ഇങ്ങനെ ഈ സൈഡ് ബൈ സൈഡായിട്ട് ആളുകൾക്ക് കോഴി വളർത്തുകയും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്, കുട്ടികളുടെയും അവരുടെ വീട്ടിലുള്ള ആളുകളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് മുട്ട വളരെ പോഷകപ്രദമായ ഒരു ആഹാരം എന്നുള്ള നിലയിൽ ഈ പഞ്ചായത്തിൽ മുഴുവൻ ആളുകൾക്കും ഈ കോഴി വിതരണം നടത്തണമെന്നുള്ളതാണ് പഞ്ചായത്ത് കാണുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AT വർഗീസ് കുട്ടി, സുമിത ഷഹീർ, ഗിരിജ സുരേഷ്, ഉഷാകുമാരി, AM സേതു, ഫൗസിയ തുടങ്ങിയവർ സംസാരിച്ചു.
SNDP യോഗം വടക്കഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസും കരിയർ ഗൈഡൻസും സംഘടിപ്പിച്ചു. SNDP യോഗം വൈസ് പ്രസിഡന്റ് MR കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. ശ്രീ നാരായണ പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് MN ശശിധരൻ, യൂണിയൻ സെക്രട്ടറി KS ശ്രീജേഷ്, R ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ KM സജീവ്, ഡോക്ടർ K സോമൻ, ഡോക്ടർ R ബോസ്, അഡ്വക്കേറ്റ് MN ശശിധരൻ, S വിജയൻ എന്നിവർ സംസാരിച്ചു. മാറുന്ന കാലത്തിനനുസരിച്ച് നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള നമ്മുടെ കുറെ കാര്യം മനസ്സിലാക്കിക്കൊണ്ടെടുക്കേണ്ട ഒരു സെഷനാണ്. അപ്പോൾ അതനുസരിച്ച് എന്താ ചെയ്യുക, നമ്മളുമായിട്ട് ഒന്നിച്ച് ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്യും. നമ്മൾ കുറേ കാര്യങ്ങൾ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് എടുക്കും, 5 ഡയഗ്നോസിസ് ടെസ്റ്റ് എടുക്കും. 3-3.5 മണിക്കൂർ ഈ കുട്ടിയും ഞാനും എൻ്റെ ടീമുമായിട്ട് സംസാരിക്കും. സെറ്റായിട്ട് ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് കരിയറിലേക്ക് പോകും. നിങ്ങൾ ഇഷ്ടംപോലെ കരിയർ ഗൈഡൻസ് സെഷനുകൾ പങ്കെടുത്തിട്ടുണ്ടാവും, ഉറപ്പാണ് അല്ലേ? കരിയർ ഗൈഡൻസ് ക്ലാസ് കേൾക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കോൺഗ്രസ് നേതാവായ ക്ഷീരസംഘം പ്രസിഡന്റിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് തെക്കേപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് VK പ്രഭാകരനാണ് മരിച്ചത്. തന്റെ വ്യാജ ഒപ്പ് ഉപയോഗിച്ച് സൊസൈറ്റിയിൽ നിന്നും ക്ഷീരസംഘം സെക്രട്ടറിയും ജീവനക്കാരിയും ചേർന്ന് 15 ലക്ഷം രൂപ തട്ടിയെന്ന് കുറിപ്പ് എഴുതി വെച്ചാണ് മരിച്ചത്. ക്ഷീരസംഘം ജീവനക്കാർക്കെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രഭാകരന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി.